വോട്ടധികാർ യാത്ര എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ബീഹാർ ഇളക്കി മറിക്കുകയാണെന്നാ പറയുന്നത്. പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. ഈ ടെലിവിഷൻ ചാനലിലോ അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് പത്രങ്ങളിലോ ഒന്നും അതിനെക്കുറിച്ചൊന്നും കാണാനുമില്ല, കേൾക്കാനുമില്ല, വായിക്കാനുമില്ല. ഞാനാണേൽ ഈ ഇംഗ്ലീഷ് ചാനലുകളെ കാണാറുള്ളൂ, കൈരളി പോലും കാണത്തില്ല. നമ്മുടെ നായനാർ സഹാവ് അങ്ങനെയായിരുന്നു. പുള്ളിക്കാരൻ സഹാവ് ഇംഗ്ലീഷ് പത്രങ്ങളെ കാണൂ, വായിക്കും. ആ ഒരു രീതിയാണ് ഞാനും പിന്തുടരുന്നത്. ഇംഗ്ലീഷ് ചാനലേ കാണത്തുള്ളൂ. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ റിപ്പബ്ലിക് ചാനലാ. ഒരു അർണാബ് ഗോസ്വാമി എന്ന് പറയുന്ന ഒരാള് നടത്തുന്ന ഒരു ചാനലില്ലയോ, റിപ്പബ്ലിക് ചാനല്. അയാളുടെ പേര് തന്നെ ഗോസ്വാമി എന്നാ. അപ്പൊ അയാൾ BJP ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അയാളുടെ വർത്തമാനം കേട്ടാൽ അങ്ങനെയേ തോന്നത്തുള്ളൂ. അയാൾ ഈ ടെലിവിഷനിൽ വന്നിരുന്നുണ്ട്, നേഷൻ വാണ്ട്സ് ടു നോ എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിക്കുന്നതും വിറപ്പിക്കുന്നതും ഈ അതിഥികളായിട്ട് വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവന്മാരെ വിരട്ടുന്നതും അതുങ്ങളാണേലും മിഴുക്കസിയാൻ ഇരിക്കുന്നതും ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. റിപ്പബ്ലിക് TV കണ്ടോണ്ടിരിക്കുന്നത് അതൊരു എന്റർടൈൻമെന്റാ. അതുകൊണ്ട് ഞാന് സമയം കിട്ടിയാൽ അതേ കാണത്തുള്ളൂ. ഈ അതിഥികളായിട്ട് വരുന്നവർ അഭിപ്രായം പറയാൻ വരുന്ന ആളുകളുണ്ടല്ലോ, ആ പാപത്തുങ്ങൾക്ക് ഒരു സെക്കൻഡ് കൊടുക്കണ്ടേ ഈ ഗോസ്വാമി, എങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു വന്നത് ഞാൻ ഈ ഇംഗ്ലീഷ് ചാനലേ കാണത്തുള്ളൂ. അതിനകത്തൊന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ അധികാർ വോട്ട് യാത്രയോ അല്ലെ ബീഹാറിലെ പ്രകടനങ്ങളൊന്നും വരാറില്ല. വാർത്തയുമില്ല, ദൃശ്യവുമില്ല, ഒന്നുമില്ല. ഈ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു, ഈ വോട്ട് ചോരി. അതായത് കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ കുറേയേറെ വോട്ടുകൾ മോഷ്ടിച്ചു, അങ്ങനെയാണ് അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചത് എന്ന് തെളിയിച്ചുകൊണ്ട് നടത്തിയ ഒരു പത്രസമ്മേളനം. എല്ലാ തെളിവും ഉണ്ടായിരുന്നു കേട്ടോ. ഡേറ്റാസ് കംപ്ലീറ്റ്, എല്ലാം രേഖകളാ. എവിടുത്തെ രേഖകളാ? ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത രേഖകളാ. അത് വെച്ചിട്ടാ പുള്ളിക്കാരന് തെളിയിച്ചത് അവിടെ വലിയ തോതിൽ വോട്ട് തട്ടിപ്പ് നടന്നു എന്നുള്ളത്. ആ പത്രസമ്മേളനം നടന്നതിന്റെ പിറ്റേന്നത്തെ പത്രങ്ങള്, എത്ര പത്രങ്ങള് അത് ഒന്നാം പേജിൽ മെയിൻ സ്റ്റോറിയായിട്ട് കൊടുത്തു. ഞാൻ ആ കൂടെ കണ്ടത് ഹിന്ദു മാത്രമാണ്. മലയാളം പത്രങ്ങൾ ചിലവോ കൊടുത്തു. ഇംഗ്ലീഷ് പത്രങ്ങളുടെ കൂട്ടത്തിൽ ഹിന്ദു അല്ലാതെ വേറെ ഒരു പത്രം പോലും, ഒരു ഇംഗ്ലീഷ് പത്രം പോലും, ദേശീയ പത്രങ്ങൾ അതാണല്ലോ ഈ ദേശീയം, അവരാരും രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം മെയിനായിട്ട് കൊടുത്തില്ല. എന്തിനാ? ഞങ്ങളുടെ ദേശാഭിമാനി പോലും കൊടുത്തില്ലെന്നേ. ദേശാഭിമാനി എന്തിനാ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം മെയിനാക്കുന്നത്? പാലോറ മാതയുടെ ആടിനെ വിറ്റുകൊടുത്ത് കാശ് കൊണ്ട് തുടങ്ങിയ പത്രമാണ് പണ്ട് EMSന്റെ കാലത്ത്. അതെന്തിനാ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കൊടുക്കുന്നത്? അതുപോലെ തന്നെയാണ് ചാനലുകളും. അവരും ഇതിനൊന്നും വേണ്ട പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല. എങ്ങനെ കൊടുക്കാനാ? കൊടുക്കാൻ പറ്റുമോ? ഈ ചാനലുകളൊക്കെ ആരുടെ ഉടമസ്ഥതയില്ല? വലിയ വലിയ കോർപ്പറേറ്റുകളുടെ ഇതൊക്കെ നടത്തുന്നത്. പത്രങ്ങൾക്കാണേലും അതിന്റെ ഉടമസ്ഥന്മാർക്കാണേലും വലിയ വലിയ വ്യവസായ താല്പര്യങ്ങളാണ്. ചാനലുകൾ ഈ അംബാനിയും അദാനിയും അവരുടെയൊക്കെ കൈവശമാണ്. അവര് വല്ലതും മോദിക്കെതിരായിട്ട് എന്തെങ്കിലും വാർത്ത കൊടുക്കുമോ? രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര മാത്രമല്ല, പുള്ളിക്കാരന്റെ ഒരു പരിപാടി ഇവരാരും കവർ ചെയ്യാറില്ലല്ലേ. അങ്ങനെ ഒരു മനുഷ്യൻ, പ്രതിപക്ഷ നേതാവ്, ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും ഈ ചാനലുകളോ അല്ലെങ്കിൽ ഈ ദേശീയ പത്രങ്ങളോ കണ്ടാൽ അറിയത്തില്ല. പിന്നെ ഈ മലയാളം പത്രങ്ങളിലൊക്കെ വല്ലപ്പോഴും വരും. ഈ മലയാള മനോരമ, മാതൃഭൂമി, അവർക്കൊക്കെ ഈ കോൺഗ്രസിനോട് രാഹുൽ ഗാന്ധിയോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമുള്ളവരാണ്. അതിലൊക്കെ ഈ വാർത്തകളൊക്കെ വരും. ഇപ്പൊ തന്നെ ഈ വോട്ടധികാര യാത്ര കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ കുറെ വന്നതാ. പക്ഷെ അന്നേരം എന്തുണ്ടായി? നമ്മുടെ ലോക്കൽ രാഹുലിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ അതിനെ അങ്ങോട്ട് ഇട്ടുകൊടുത്തല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതോടെ മാധ്യമങ്ങളെല്ലാം യഥാർത്ഥ രാഹുലിനെ വിട്ടിട്ട് ഈ രാഹുലിന്റെ പിന്നാലെ പോയി. അത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു രീതിയാ. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഉണക്കമീനിന്റെയും മാട്ടിറച്ചിയുടെ ചൗവിന്റെയും മണമടിച്ചാല് ഇതുങ്ങളെല്ലാം ആ ഭാഗത്തോട്ടങ്ങ് പൊക്കോളും. ഞങ്ങളത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, അവരതിന്റെ പിന്നാലെ പോയി. വോട്ടധികാര യാത്ര ഗോവിന്ദ. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. പക്ഷെ ബേബി സഖാവ് പറയുന്നത് ചാനലുകളിലൊക്കെ എന്ത് വന്നാലും പത്രങ്ങളിൽ വന്നാലും വന്നില്ലേലും രാഹുൽ ഗാന്ധി ബീഹാർ ഇളക്കി മറിക്കുവാന്നാ പറയുന്നത്. ആ തേജസ്വി യാദവ് കൂടെ RJD നേതാവ് ലല്ലു പ്രസാദ് യാദവിന്റെ മകൻ, ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ലക്ഷക്കണക്കിന് ആളുകളൊരു ദിവസം രാഹുലിന്റെ പ്രസംഗം കേൾക്കാൻ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഈ പത്രങ്ങളോ ചാനലുകളോ ഒന്നും കൊടുത്തില്ലേലും സോഷ്യൽ മീഡിയയിൽ ഇത് ഗംഭീരമായിട്ട് വരുന്നുണ്ട്. ഇയാളുടെ പ്രസംഗങ്ങള്, ആൾക്കൂട്ടം, ഇയാള് പിള്ളേരെയൊക്കെ എടുത്ത് പുറത്തു വെച്ചുകൊണ്ട് നടക്കുന്നു, പെണ്ണുങ്ങളുടെയും ചെറുപ്പക്കാരുടെയൊക്കെ തോളയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് പാടത്തിറങ്ങി ഞാറ് നടുക, ഈ വക കാര്യങ്ങളൊക്കെ
ഈ സോഷ്യൽ മീഡിയയിൽ നല്ലതുപോലെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പം നല്ല അസൂയ തോന്നുന്നത്. നമ്മളിനി കേരളത്തിൽ കൂടെ കണ്ട് ഇതുപോലൊരു യാത്ര നടത്തിയാൽ ഇതുപോലെ ആരെങ്കിലും നമ്മളെ കാണാൻ വരുമോ? എന്തോ ഈ ചെറുക്കം കാണിക്കുന്നത്? ഗ്രാമാന്തരങ്ങളെ ഇളക്കിയല്ലയോ അങ്ങ് പോകുന്നത്. ഇത് യൂട്യൂബിൽ കാണുമ്പോൾ സത്യം ഞാൻ പറയാം, ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, അസൂയ തോന്നുന്നു. പറഞ്ഞല്ലോ, ബേബി സഖാബ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. എന്തായാലും പുള്ളിക്കാരൻ ഈ രാഹുൽ ഗാന്ധിയോടൊക്കെ ശകല സ്നേഹമുള്ള കൂട്ടത്തിലാ. അവരൊക്കെ ദേശീയ ലൈനിൽ ചിന്തിക്കുന്നവരാ. ഇന്ത്യ സഖ്യം, നമുക്ക് മോഡിയെ താഴെ ഇറക്കണം, BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം അതിനെ നമുക്ക് പരാജയപ്പെടുത്തണം, അങ്ങനെയൊക്കെയാണ് ഈ ബേബി സഖാവിന്റെയും ഒക്കെ ചിന്ത. അതുകൊണ്ടൊക്കെ അവർക്ക് രാഹുലിനോടൊരു താല്പര്യമാണ്. ബേബി സഖാവ് വിളിച്ച രാഹുൽ ഫോൺ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് നമ്മുടെ സീതാറാം യെച്ചൂരിയുമായിട്ടുള്ളൊരു ബന്ധമാ, അതിന്റെ ഒരു തുടർച്ചയാ. അവര് വലിയ ഗുലാലല്ലായിരുന്നോ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരി സഖാവ് മരിച്ചപ്പം രാഹുൽ ഗാന്ധി എത്ര വികാരപരമായിട്ടാണ് സംസാരിച്ചത്, ഓർമ്മയുണ്ടോ? ആ ഒരു ബന്ധത്തിന്റെ ഒരു തുടർച്ച ബേബി നിലനിർത്തുന്നുണ്ട്. ഒരു ശകലം സ്ഥായി അവിടെ കൂടുതലാണോ എന്ന് ഒരു സംശയമില്ലാതില്ല. പിന്നെ ശശി സഖാവും പറഞ്ഞു, ബേബി സഖാവ് പറഞ്ഞത് ശരിയാണെന്ന്. അപ്പൊ പിന്നെ വിശ്വസിക്കാതെ ഒരേ വഴിയില്ല. ഇതിനിടയിൽ എന്റെ നേർക്ക് ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര ബീഹാറില്, അതൊന്ന് കാണാൻ എന്താ സഖാവ് പോകാത്തതെന്ന്? ഒന്ന് പോയിക്കൂടായിരുന്നോ? ഒന്ന് അഭിവാദ്യം ചെയ്ത് പോരാമായിരുന്നല്ലോ എന്നൊക്കെ നമ്മുടെ പാർട്ടിയിലുള്ളവർ തന്നെ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സ്റ്റാലിൻ പോയി. സ്റ്റാലിൻ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ സ്വന്തമല്ലയോ? മച്ചാനും പോരാ. ഞാനും സ്റ്റാലിനും ഒക്കെ തമ്മിൽ. സ്റ്റാലിൻ പോയി, പെങ്ങളുകുട്ടി പോയി, കനിമൊഴി പോയി, അത് കഴിഞ്ഞിട്ട് രേവന്ത് റെഡ്ഡി പോയി, നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രി. കോൺഗ്രസ് ആയിരുന്നാലും പോയി. പ്രിയങ്ക ഗാന്ധി ചെല്ലുന്നു, ഇനിയിപ്പോ അഖിലേഷ് യാദവ് ചെല്ലുന്നെന്നാ കേട്ടത്. ആ കൂട്ടത്തിൽ സഖാവിനൊന്ന് പോകാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ആലോചിക്കുമ്പോഴേ അൾട്ടിമേറ്റ്ലി ഇതൊരു കോൺഗ്രസിന്റെ ഏർപ്പാടാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ യാത്ര എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺഗ്രസിന്റെ ഏർപ്പാടല്ലേ? പേഴ്സണലായിട്ട് പറയാവാ, എനിക്ക് ഈ കോൺഗ്രസ് എന്ന് കേട്ടാവുണ്ടല്ലോ ഒരു ചതുർത്ഥിയാ. ഈ രാഹുൽ ഗാന്ധി ബീഹാറിൽ കൂടെ യാത്ര ചെയ്യുന്നു, പിള്ളേരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ വരുന്നു, സിന്ദാബാദ് വിളിക്കുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അത് കണ്ടാവുണ്ടല്ലോ ഇപ്പൊ യൂട്യൂബിൽ കാണുമ്പോൾ പോലും നേരായി അങ്ങ് പെരുത്ത് കയറുക. അപ്പൊ പിന്നെ അവിടെ പോയി നേരിട്ട് കാണുക എന്ന് പറഞ്ഞാല് ചെറിയ കാര്യം വല്ലതുമാണോ? ബേബി സഖാവിന് ഇതൊക്കെ ചെയ്യാം. പറഞ്ഞല്ലോ, പുള്ളിക്കാരൻ ദേശീയ തലത്തിലാ അങ്ങനെ വിഹരിക്കുന്നതേ. അപ്പൊ അവർക്കിതൊക്കെ ആവും. അല്ലെ തന്നെ ബേബി സഖാവ് എന്തൊക്കെയാ പറയുന്നത്? പലസ്തീന്റെ പ്രശ്നം, ഗസയിലെ യുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ ക്യൂബ, ഇതൊക്കെയാ പുള്ളിയുടെ രാഷ്ട്രീയം. ദേശീയവും അന്തർദേശീയവുമാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി നമ്മുടെ ഡൊണാൾഡ് ട്രംപില്ലേ, അമേരിക്കൻ പ്രസിഡന്റ്, പുള്ളിക്ക് ഒരു താക്കീതോ കൊടുക്കും, മുന്നറിയിപ്പുകളോ കൊടുക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കളയും എന്നൊക്കെ ബേബി സഖാവ് പറയും. അതൊക്കെ പുള്ളിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാ, നിയോജകമുണ്ടല്ലോ. നമുക്ക് അവിടെ വലിയ റോഡൊന്നുമില്ല. നമ്മള് കേരളത്തിൽ രാഷ്ട്രീയം കളിക്കുന്നവരെയോ ഈ ഗ്രാസ് റൂട്ട് ലെവലില് 0.0 നിന്നുകൊണ്ട് നമ്മൾ കളിക്കുന്ന രാഷ്ട്രീയം എന്തുവാ? കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമല്ലയോ? നമ്മൾ അടിച്ചു നിൽക്കുന്ന അവരോടല്ലയോ? അപ്പൊ ഞാനിപ്പം ബീഹാറിൽ പോയിട്ട് രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച പട്നയിൽ നടക്കുന്ന സമാപന റാലിയിൽ പങ്കെടുത്ത് അഭിവാദ്യം അർപ്പിക്കുന്നു, എന്നിട്ട് ഈ പുള്ളിക്കാരന്റെ കൈ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് എന്തോ രാഷ്ട്രീയമാണ് പറയുക? കോൺഗ്രസ് വിരുദ്ധമല്ലാതെ നമുക്കെന്തോ പറയാനുള്ളത്? വേറെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇനി നാളെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വീണ്ടും കേരളത്തിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞാൽ അതിനെ എതിർക്കുക? പറഞ്ഞല്ലോ, നമ്മൾ കളിക്കുന്ന രാഷ്ട്രീയം കൃത്യമായിട്ടും വേറെയാ. ഇനിയിപ്പോ വോട്ട് കൊള്ളയടിച്ചു, വോട്ട് ചോരി, വോട്ട് തട്ടിക്കൊണ്ടുപോയി, വോട്ടർമാരെ തട്ടിക്കൊണ്ടുപോയി, വോട്ടർ പട്ടിക കാണാനില്ല. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ബീഹാറിലെ ഒരു ഗ്രാമത്തില് ഒറ്റ അഡ്രസ്സിന് 947 വോട്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടില്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരെന്തുവാ പറയുന്നത്? വീട് നമ്പരൊന്നും ഇല്ലാത്ത ആളുകളുടെ വോട്ട് മുഴുവൻ ഒരു മേൽവിലാസത്തിൽ അങ്ങ് കൊടുത്തെന്താ? ചേട്ടാ, ഈ ബീഹാറിലെ 947 വോട്ടർമാർക്ക് വീടും കുടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്തുവാ? പിന്നെ നിതീഷ് കുമാർ കുറെ കാലമായിട്ട് അവിടെ ഭരിക്കുന്നത് എന്തോ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും പേർക്ക് ഇവിടെ താമസിക്കാൻ സ്ഥലമൊന്നുമില്ലെന്നാണോ പറയുന്നത്? ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, ബീഹാറിലെ 3 ലക്ഷം വോട്ടർമാരുടെ രേഖകൾ സംബന്ധിച്ച് പൊരുത്തക്കേടുണ്ട്. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല, ഇലക്ഷൻ കമ്മീഷൻ തന്നെ. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, നമുക്കെന്താ ഇതിനകത്ത് കാര്യം? അവിടെ ഇപ്പൊ ഇത്തരത്തിലെ വോട്ട് കൊള്ള നടത്തിയോ,
വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചോ, ഒരഡ്രസ്സിൽ 947 പേരെ ചേർത്തോ, BJP ജയിക്കുകയോ ഭരിക്കുകയോ ചെയ്യട്ടെന്നേ. അത് നമ്മുടെ ബോധറേഷൻ അല്ലെന്ന്. നമുക്ക് കേരളത്തിലെ കാര്യം നോക്കിയാൽ മതി. ബംഗാൾ പോയി, ത്രിപുരയും പോയി, ഇനി നമുക്ക് കേരളമേ ഉള്ളൂ. അതെങ്ങനെങ്കിലും പിടിച്ചു നിർത്തണം. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പൊ തൃശ്ശൂർ എന്താ നടന്നത്? നമ്മൾ കണ്ണടച്ചതുകൊണ്ടല്ലയോ? ചേട്ടാ, ഈ തൃശ്ശൂർ പൂരം കലക്കാൻ നമ്മൾ മൗനാനുവാദം കൊടുത്തതുകൊണ്ടല്ലയോ സുരേഷ് ഗോപി ജയിച്ച് ലോക്സഭയിലോട്ട് പോയത്? ഇനിയിപ്പോ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവർ ജയിച്ചു വന്നാൽ നമുക്ക് എന്താണെന്നേ? അവർ ജയിക്കുകയോ ഭരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം മറന്നൊന്നും കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ബീഹാറിലോട്ട് പോവുക എന്നുള്ളൊരു ആശയം അങ്ങ് ഒഴിവാക്കിയത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ നിന്നൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരന് എഴുന്നേറ്റ് നിൽക്കും. പണ്ടത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ചോദിക്കും, എന്നാലും സഖാവേ ബീഹാർ വരെ ഒന്ന് പോകാമായിരുന്നല്ലോ. രാജ്യത്തിന് വേണ്ടി അല്ലയോ ആ ചെറുക്കൻ മഴയും വെയിലും കൊണ്ട് ഈ ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെ നടക്കുന്നത്? നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലയോ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെയും ക്യാമ്പയിനുകളും ഒക്കെ സഹായിക്കേണ്ടത്? പോകാമായിരുന്നു. അതിലെന്തിനു വേണ്ടിയാ? കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ. കല്യാണം പോലും കഴിക്കാത്ത ഒരു ചെറുക്കനാ. അയാൾ ഈ യാത്ര നടത്തുന്നതിനാ നമ്മുടെ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനല്ലയോ? നമ്മൾ ഈ എപ്പോഴും പറഞ്ഞ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയല്ലോ ചെക്കൻ യാത്ര നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വോട്ടർ പട്ടിക ഇങ്ങനെ ആയാൽ, കള്ള വോട്ടർമാരെ ചേർത്താൽ, യഥാർത്ഥ വോട്ടർമാരെ ലക്ഷക്കണക്കിന് ഒഴിവാക്കിയാൽ നമ്മുടെ ജനാധിപത്യം എവിടെ പോയി നിൽക്കും? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു, സഖാവിന് പോകാമായിരുന്നു, പോകേണ്ടതായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ഉയരും. ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നതാ. പക്ഷെ പെട്ടെന്നുണ്ടല്ലോ ഈ SNC ലാവലിനും എക്സാലോജിക്കും മാസപ്പടിയും ഒക്കെ പെട്ടെന്ന് മനസ്സിലോട്ട് വരും. നമ്മൾ ഒരു തരത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുക. മോദിക്ക് ഒരു ദിവസം മതി, അല്ലെങ്കിൽ ഒരു മിനിറ്റ് മതി ഇതൊക്കെ വീണ്ടും സജീവമാക്കാൻ. ആ ചിന്ത വരുമ്പോഴത്തേക്ക് ഈ പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ സ്കൂട്ടാവും. അതാ വാസ്തവത്തിൽ സംഭവിച്ചത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെങ്കിലും 3ാം തവണയും കൂടെ അധികാരത്തിൽ വരിക, അതാണ് നമ്മുടെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കണം. കുറച്ചു കാലം ഇരുന്നിട്ട് കുറെ കഴിയുമ്പം ആ സ്ഥാനത്തോട്ട് മരുമകനെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കണം. അതൊക്കെയാണ് മനസ്സിലുള്ള ആഗ്രഹം. അതിനിടയ്ക്ക് നമ്മളെന്തിനാണ് ഈ നിലവിട്ട് കളിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ പ്രയോജനം കിട്ടുക? ഇവിടെയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് കട്ട ശത്രുതയാ, അവരുമായിട്ട് ആ മത്സരം. പിന്നെന്തിനാ ഈ വോട്ടധികാര യാത്രയ്ക്കൊക്കെ പോകുന്നത്? പിന്നെ ഇതൊക്കെ അല്ലാതെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. കേരളത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് നമ്മൾ വിചാരിച്ചത് കോൺഗ്രസ്സുകാരത് അലമ്പാക്കിക്കൊള്ളുമെന്ന, അവരെല്ലാം കൂടെ അത് കൈകാര്യം ചെയ്ത് വഷളാക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് അതങ്ങ് സെറ്റിൽ ചെയ്തു. ചെക്കനോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. അത് ഏതാണ്ടൊന്ന് എരിഞ്ഞടങ്ങുന്ന സ്ഥിതി വന്നപ്പോൾ നമുക്ക് ഇടപെടേണ്ടി വന്നു. സ്വമേധയാ കേസെടുക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാല് ഒരാൾ പോലും ഈ ചെറുക്കിനെതിരായിട്ടൊരു കേസോ പരാതിയോ തന്നിട്ടില്ല. ചേട്ടാ, ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിലെ അതിന് വിധേയരായവരുടെ, പീഡനത്തിന് ഇരയായവരുടെ പരാതിയാ വേണ്ടത്. അതുകൊണ്ട് ഈസിയാ, നമുക്ക് ഏത് ചാർജ് വേണമെങ്കിലും അങ്ങ് ചുമത്താം, ഏത് വകുപ്പ് അനുസരിച്ചും കേസെടുക്കാം. ഇതാരും ഇതുവരെ പരാതി തന്നിട്ടില്ല. എന്നിട്ടും ഞങ്ങൾ 5-6 പേരുടെ പരാതി സംഘടിപ്പിച്ചു. സത്യം പറഞ്ഞാല് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പോലും CBI അന്വേഷണത്തിന് ഒരു പരാതി എന്ന് പറഞ്ഞപ്പോൾ ആൾ വന്ന് പരാതി തന്നില്ലയോ? അത് ചീറ്റിപ്പോയി, അത് വേറെ കാര്യം, അതൊക്കെ അങ്ങനെ കിടക്കും. പക്ഷെ പരാതി തരാൻ ആളുണ്ടായിരുന്നു. ഇവിടെ അതുപോലും ഇല്ല. സംഘടിപ്പിച്ചതാ. നമ്മുടെ ശശിയൊക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോയി. നമ്മുടെ DGP രഘുനാഥ് ചന്ദ്രശേഖരൻ മിടുക്കനാ കേട്ടോ. നമുക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പാർട്ടിയിലും ചിലർക്ക് എതിർപ്പായിരുന്നു DGP ആക്കിയപ്പോൾ. മിടുക്കനാ, പുള്ളിക്കാരൻ മിടുക്കനാന്ന് എനിക്ക് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നപ്പോഴേ അറിയാമായിരുന്ന കാര്യമാണ്. അത് പുള്ളി തെളിച്ചുകൊണ്ടിരിക്കുക. മിടുക്കനാ. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലിഫ് ഹൗസിലോട്ട് മാർച്ച് നടത്തി കുറെ അവന്മാർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഷാഫിയെ തടഞ്ഞെന്ന്. ഷാഫി ആരുടെ ദൈവമാണോ തടയാതിരിക്കാൻ? ഷാഫിക്ക് എന്താ പ്രത്യേകത? ഷാഫിയെ തടയണമെന്ന് വെച്ചാൽ തടയും. ഞങ്ങളുടെ പിള്ളേർ തടഞ്ഞു, തെറിയും പറഞ്ഞു. അപ്പൊ അതിന് പ്രതിഷേധം ക്ലിഫ് ഹൗസിലോട്ട്. ആ അവന്മാരെ നമുക്ക് പൂട്ടുണ്ടായോ? കുറച്ച് സമയമെടുത്തു. വധശ്രമം തന്നെ ചാർജ് ചെയ്തു. 307 അകത്ത് കിടക്കുക അവന്മാരെല്ലാം.
4-5 പേരുണ്ട്. ഇതിന് കുറച്ച് സമയം പോയി, അല്ലെ ബീഹാറിന്റെ കാര്യം ഒന്ന് ആലോചിക്കാമായിരുന്നു. പിന്നെയും ഓരോരോ തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുക, പുതിയ പുതിയ വിഷയങ്ങൾ. ഇപ്പൊ തന്നെ നമ്മള് പമ്പയിൽ നടത്തുന്ന ശബരിമല ആഗോള അയ്യപ്പ സംഗമം, ഈ ശബരിമല ഒന്ന് ശരിപ്പെടുത്തി കിടക്കണമെന്നുള്ള കാര്യത്തില് ഞങ്ങള് നിർബന്ധ ബുദ്ധിയുള്ളവരാ. പണ്ടേ തീരുമാനിച്ചതാ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു എന്തുവാ, അവിടെ ഈ സ്ത്രീകളെ കയറ്റിവിടാവുന്ന മണ്ഡലകാലത്തും മകനവിളക്കിനൊക്കെ സ്ത്രീകളെ കയറ്റിവിടാമെന്ന് വിചാരിച്ചു. അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. കോടതി വിധിയൊക്കെ അനുകൂലമായിട്ട് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അന്ന് ശ്രമിച്ചു നോക്കിയതാ, പക്ഷേ നടന്നില്ല. കുലസ്ത്രീകൾ വരെ രംഗത്തിറങ്ങി നമ്മളെയൊക്കെ പരാജയപ്പെടുത്തി കളഞ്ഞു. അത് കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമായി മൊത്തത്തിൽ ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തുവാ, അന്ന് നമ്മൾ കുത്തിക്കൊല്ലാമെന്ന് വിചാരിച്ചു, ഇപ്പോഴോ നക്കിക്കൊല്ലാമെന്നുള്ള ലൈനാ. പമ്പയിൽ ഞങ്ങൾ ഈ കുലസ്ത്രീകളെ മുഴുവൻ എത്തിക്കും, കുലപുരുഷന്മാരെ എത്തിക്കും. അന്ന് ഞങ്ങൾക്കിട്ട് പണി തന്നവരെയൊക്കെ ഞങ്ങൾ ഈ അയ്യപ്പ സംഗമത്തിൽ എത്തിക്കും. എന്നിട്ട് ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റിനെ കുറിച്ച് നല്ലത് പറയിക്കും. അതാ ഞങ്ങളുടെ ലൈന്. MP ഗോവിന്ദൻ മാർക്സ് പറയുന്നത് നമുക്ക് ഈ ശബരിമല റൂട്ടിലൂടെ വീണ്ടും അധികാരത്തിൽ കടക്കാമെന്ന. അയ്യപ്പന്റെ കടാക്ഷം നമ്മക്കാണെന്ന് പുള്ളിക്കാരൻ ഇന്നലെ പറഞ്ഞു. ശരിയായിരിക്കും, സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഈയിടയിൽ ഏതോ ഒരു ജോത്സ്യനെ പോയി കണ്ടെന്നോ അദ്ദേഹത്തോട് ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നൊക്കെ വാർത്ത കേട്ടു. ശരിയാണോ എന്നറിയത്തില്ല. ചിലപ്പോൾ ആ ജോത്സ്യം പറഞ്ഞതായിരിക്കും നമുക്കൊരു അയ്യപ്പ കടാക്ഷമുണ്ട്, അയ്യപ്പന്റെ ഒരു അനുകൂല ഭാവം LDFനുണ്ട് എന്ന് പറഞ്ഞതായിരിക്കും. എന്താണെങ്കിലും ഞങ്ങള് ഈ ഭൂരിപക്ഷ വർഗീയത വെച്ച് ഒരു കളിക്കും, ഉറപ്പാ. ഞങ്ങളെ പണ്ടെന്ന് പിടിച്ചതാ, ഞങ്ങൾ അതിന് പണി കൊടുക്കും. ഭൂരിപക്ഷ വർഗീയതെങ്കിൽ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷം നോക്കിയിട്ട് അങ്ങോട്ട് ഏക്കുന്നില്ല. നീ ഇവരൊക്കെ കള്ളന്മാരാ ഈ ന്യൂനപക്ഷക്കാർ. അവന്മാർക്കൊക്കെ വേണ്ടി നമ്മൾ എന്തോരം പറഞ്ഞതാ. പക്ഷെ വോട്ടിന്റെ കാര്യം വരുമ്പോ അത് വേണ്ട, നമുക്ക് ഭൂരിപക്ഷ വർഗീയത നോക്കാം. അതാ ഇപ്പൊ നമ്മുടെ ഒരു ലൈന്. ഇന്നത്തെ മാതൃഭൂമിയിലെ ഒരു വാർത്ത കണ്ടിട്ടേ ഞാൻ ചിരിച്ചുപോയി. സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു നർമ്മഭാവനയൊന്നും കണ്ടാൽ എനിക്ക് അങ്ങനെ ചിരി വരുന്നതല്ല. ഞാൻ പരിസരം മറന്നങ്ങ് ചിരിച്ചുപോയി. അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്തോടെന്നറിയാമോ? ഈ അയ്യപ്പ സംഗമത്തെ കുറിച്ചുള്ളൊരു വാർത്തയാണ്. അതിൽ പറയുന്നത് NSSന്റെ ഒരു പ്രസ്താവനയാണ്. അതായത് ശബരിമലയിലെ ആചാരങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ആര് പറയുന്നു? NSS പറഞ്ഞിരിക്കുന്നു. ആചാരങ്ങള് ഈ ഗവൺമെന്റ് സംരക്ഷിക്കുന്നവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന്. ചിരിക്കല്ലാതെ എന്തോ ചെയ്യുക? മനുഷ്യനല്ലേ? ഇതുപോലെയൊക്കെയുള്ള കേട്ടാ ചിരിച്ചു പോവുകയോ? അടുക്കളയിൽ നിന്ന് വീട്ടുകാർ മാത്രമല്ല, മുറ്റത്തും വരാന്തയിലും ഗേറ്റിൽ വെക്കുന്ന പോലീസുകാർ വരെ ഇങ്ങോട്ട് പാളി നോക്കി എന്തുവാ ഈ വലിയ പൊട്ടിച്ചിരിക്കാനുള്ള കാരണമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനുള്ള വിഷയങ്ങളൊന്നും അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നും ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ടില്ല ഞങ്ങള്. ഭാവി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ആശങ്ക കഴിയുമ്പോൾ എന്തിനാണ് ഇങ്ങനൊരു ശരിയെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോലീസുകാർ വരെ നോക്കിയത്. ആ തൊഴുത്തിലെ വെച്ചൂർ പശു വരെ തലപൊക്കി നോക്കി എന്തോന്നാ ഇവിടെ നടക്കുന്നത്. NSSന്റെ പ്രസ്താവന, NSS ഞങ്ങളെ വിശ്വാസമാണെന്ന്. നോക്കുമ്പോൾ മാതൃഭൂമിയിലെ വേറൊരു വാർത്ത, മൈനയും വാർത്ത, അനീഷ് ജേക്കബ് ബ്യൂറോ ചീഫാ, പുള്ളി എഴുതിയിരിക്കുക ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്ന ഒരു പരിപാടിയെ കുറിച്ചാ. ഈ റിപ്പോർട്ട് വായിച്ചിട്ടെ സത്യം പറഞ്ഞാല് ഞാൻ കോൾമേർ കൊണ്ടുപോയി. ഇത് സംബന്ധിച്ച ചർച്ച മന്ത്രിസഭയിൽ വന്നപ്പോഴേ ഒരു രോമാഞ്ചം ഉണ്ടായതാ. മാതൃഭൂമി വാർത്ത വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാല് സന്തോഷം തോന്നി. അതിന്റെ പ്രധാന ഹെഡിങ് എന്ന് പറഞ്ഞാല് കേട്ട് ഭരിക്കുമെന്ന. ഈ പത്രം മാതൃഭൂമിയായതുകൊണ്ട് അതിനകത്തൊരു ദുഷ്ടരാക്കുണ്ടോന്ന് ആദ്യം ഒരു തോന്നലുണ്ടായതാ. ഇതുവരെ കേൾക്കാതാ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന്. ആളുകളെ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ തോന്നിയവാസമാ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നൊരു ഒരു കുറ്റപ്പെടുത്തൽ അതിനകത്തുണ്ടോ എന്നൊരു സംശയം തോന്നിയതാ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടപ്പം അങ്ങനെയുള്ള ഒരു ദുഷ്ടചിന്തയൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. സൂപ്പർ ഹെഡിങ്, ലോവർ ഹെഡിങ്, മേൽ ഹെഡിങ്, കീഴ് ഹെഡിങ്, അങ്ങനെയൊക്കെ ആയിട്ട് 1, 2, 3, 4 വേറെ ശീർഷങ്ങളുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ വിളി കേൾക്കാൻ പിണറായി സർക്കാർ. ഇനി ജനങ്ങളുടെ വിളി കേട്ട് പിണറായി സർക്കാർ ഭരിക്കും. ഇതുവരെ ജനങ്ങളുടെ വിളി കേട്ടില്ലായിരുന്നുവോ എന്നൊരു ദുഷ്ടചിന്തയുണ്ടോ എന്ന് ഇവിടെയും ഈ ഹെഡിങ്ങിന്റെ കാര്യത്തിൽ സംശയം തോന്നാം. അതോടെ കിടക്കട്ടെ. മുഖ്യമന്ത്രി എന്നോടൊപ്പം, ഈ പരിപാടിയുടെ പേരാ. നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ ഓരോ മനുഷ്യരോടും ഒപ്പം, മുഖ്യമന്ത്രി എന്നോടൊപ്പം, അതാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. ജനസമ്പർക്ക സംവിധാനം തുടങ്ങുന്നു. അത് വേറൊരു ഹെഡിങ്. ഇതൊന്നും പോരാഞ്ഞിട്ട് മുഴുവൻ സമയ കോൾ സെന്റർ വരുന്നു.
24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ. ഇതിന്റെ കൂട്ടത്തില് ഹെഡ്സെറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്നവരത്തിന്റെ പടവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറി കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴേ നമ്മുടെ ഒരു പഴയ സഖാവ് വിളിച്ചാൽ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരാളാ, അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള ഒരാളാ. അപ്പൊ അയാൾ ഈ വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്നോട് അയാൾ പറയുവാ, സഖാവേ ഈ വാർത്ത വായിച്ചപ്പോൾ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും ഇതുപോലെ പണ്ടൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ഒരു പറച്ചില്. എനിക്കങ്ങനെ ഓർമ്മയൊന്നും കിട്ടിയില്ല. അയാൾ വീണ്ടും പറയുവാ, ഉണ്ടായിരുന്നു സഖാവേ, ഇതേപോലൊരു സംവിധാനം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. 24x7 കോൾ സെന്റർ, 3 ഷിഫ്റ്റുകളില് ത്രൂഔട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. ആർക്ക് വേണമെങ്കിലും പരാതികൾ പറയാം, അവിടെ പരാതികൾ എഴുതിയെടുക്കും, അപ്പൊ തന്നെ അതിന്റെ പരിഹാരത്തിനുള്ള നടപടികൾ നീങ്ങും. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ സഖാവ് പറയവാ, എനിക്കറിയത്തില്ലായിരുന്നു, ഈ സഖാവ് പറയവാ. അതായത് എപ്പോഴേലും മുഖ്യമന്ത്രി ഉടനെ അറിയേണ്ട അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങളാണെങ്കിൽ വേറെ ഉദ്യോഗസ്ഥന്മാർ വഴിയൊന്നും പോകണ്ട, നേരിട്ട് ഈ കോൾ സെന്ററിൽ ഇരിക്കുന്ന ആളിനെ മുഖ്യമന്ത്രി വിളിക്കാം, ക്ലിഫ് ഹൗസിലോട്ട് വിളിക്കാം, അപ്പൊ പുള്ളിക്കാരൻ ഫോൺ എടുത്തോളൂ. അങ്ങനെ ഒരു അനുഭവം കൂടി സഖാവ് പറഞ്ഞു. അതായത് നമ്മുടെ ശ്രീത്ര മെഡിക്കൽ സെന്റർ ഒരു രോഗി, അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം, ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയം ആർക്കെങ്കിലും ഉപയോഗിക്കാം, കൊടുക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ആ കുടുംബം തയ്യാറാ. അപ്പൊ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലില് അതുപോലെ ഹൃദയം കിട്ടിയാല് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പേഷ്യന്റും ഉണ്ട്. ഉടനെ എറണാകുളത്ത് ഈ കോൾ സെന്ററിലോട്ട് ഒരു വിളി വന്നു. വെളുപ്പിനാ കേട്ടോ, അത് അന്നത്തെ ഹൈബിയുടെ MLA വിളിച്ചെന്നാ അന്നൊക്കെ കേട്ടിട്ടുള്ളത്. ഏതായാലും അപ്പൊ 1:30-2 മണിയായി. മുഖ്യമന്ത്രി വീട്ടിലുണ്ടപ്പോ മുഖ്യമന്ത്രിക്ക് പോയി. മുഖ്യമന്ത്രി പാഞ്ഞ് ഓഫീസിലെത്തി, സെക്രട്ടേറിയറ്റ് ഓഫീസിലെത്തുന്നു, ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുന്നു, ചീഫ് സെക്രട്ടറിയോട് വരാൻ പറയുന്നു. നിമിഷ നേരങ്ങൾക്കകം നമ്മുടെ കൊച്ചിയിലെ നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് എത്തുന്നു. ഈ ഹൃദയം മാറ്റിവെക്കേണ്ട ഈ ഹൃദയവുമായിട്ട് എറണാകുളത്തേക്ക് പോകുന്നു. ഡിസി ആശുപത്രിയിലെ ശസ്ത്രക്രിയ നടക്കുന്നു, ആ രോഗി രക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു കഥ കൂടെ ഇതിന്റെ അനുബന്ധമായിട്ടുണ്ടെന്നും കൂടെ ഇങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല, ഈ ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറയുമ്പോഴേ ഉമ്മൻചാണ്ടിയുടെ പരിപാടിയല്ലായിരുന്നു ഈ ജനസമ്പർക്കം. നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ രാവെളുപ്പോളം ആളുകളുടെ പോയി നിന്നിട്ടൊന്നും സമ്പർക്കവും നടത്താനൊന്നും കിട്ടത്തൊന്നുമില്ല. അത് തന്നെയല്ല, ഈ സഹാവതി കേട്ടപ്പോ എനിക്ക് പേടിയായി. 2:30-3 ഒക്കെ ആരെങ്കിലും വിളിച്ച് ഉണർത്തുമോ, ആഫീസിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായത്. അപ്പൊ ഞാൻ അവസാനം ആ സഖാവിനോട് പറഞ്ഞു, സഖാവ് പേടിക്കണ്ട, ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാ. നമ്മുടെ ജനങ്ങൾക്ക് ആകെ കൂടെ 6 മാസത്തെ ഓർമ്മയേ ഉള്ളൂ. അവരിതൊക്കെ മറന്നു വെക്കോളും. സഖാവിന് പോലും നല്ല ഓർമ്മയില്ലായിരുന്നല്ലോ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെന്ന്. അതൊക്കെ പോട്ടെന്നേ, അത് നമുക്കങ്ങ് നടപ്പാക്കാം. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു രീതിയാ. അതായത് 4.5 കൊല്ലം നമ്മൾ വെറുതെ ഇരിക്കും, നമുക്ക് തോന്നിയ പോലെ ഭരിക്കും. വെറുതെ ഇരിക്കല്ല, തോന്നിയ പോലെ ഭരിക്കും, പാർട്ടി പറയുന്ന പോലെ പാർട്ടിക്ക് വേണ്ടി ഭരിക്കും. പിന്നെ 6 മാസമാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പൊ ഈ 6 മാസം കൊണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഏർപ്പാടുകൾ സംഘടിപ്പിച്ച് നടപ്പാക്കും. അത് ജനങ്ങള് ഓർത്തിരുന്നോളും. അത് മാത്രമല്ല, അവരുടെ മനസ്സ് അതേ കൊളുത്തി കിടന്നോളും എന്ന് ഞാൻ ആ സഖാവിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാലും ഇത് നമ്മൾ ഈ വലിയ ആഘോഷമായിട്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്നത് ഉമ്മൻചാണ്ടി പണ്ട് 10 വർഷം മുമ്പ് നടപ്പാക്കിയതായിരുന്നല്ലോ എന്നൊരു തോന്നല് ഉണ്ടായില്ല എന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ വോട്ടധികാര യാത്ര, അതേക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ നമ്മുടെ പേര് ഇതൊന്നും അല്ല. ഈ വോട്ടധികാര യാത്ര പോലും കാണും ഈ ചെറുക്കൻ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ വന്ന് 5-6 ദിവസം വരെ യാത്ര നടത്തിയാൽ എന്താ സംഭവിക്കുക എന്നത് ദൈവത്തിന് പോലും അറിയത്തില്ല.